സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായിരിക്കുന്നു. ഇന്നലെയാണ് BJP അവരുടെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ, ഒന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു. അതുപോലെ തന്നെ കൊല്ലത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. കൃഷ്ണകുമാറാണ് അവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സസ്പെൻസ് കാൻഡിഡേറ്റിനാണ് താങ്കളുടെയും. എങ്ങനെ കാണുന്നു പാർട്ടിയുടെ പുതിയ ഈ ഉത്തരവാദിത്തത്തെ? ആദ്യം തന്നെ പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കളോടും പ്രത്യേകിച്ച് ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. കാരണം നമുക്ക് വലിയൊരു ചുമതലയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചുമതല തരുമ്പോൾ ഞാൻ പുറകോട്ട് ഓർക്കുന്നത് 3 വർഷമായുള്ള പാർട്ടി വന്ന സമയത്ത് തന്നെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഒരു സീറ്റ് തരുന്നു, മത്സരിക്കാൻ പറയുന്നു. അതിനുശേഷം ഇപ്പോൾ കൊല്ലത്ത് അവിടെ ഒരു സിറ്റിംഗ് MP-യും ഒരു സിറ്റിംഗ് MLA നിൽക്കുകയാണ്. അവർക്കെതിരെ എന്നെ അവർ നോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിലൊരു വിശ്വാസമുണ്ട് പാർട്ടിക്ക്. അപ്പോൾ ആ വിശ്വാസത്തിന് നന്ദി പറയുന്നു. ഒപ്പം അവിടുത്തെ പ്രവർത്തകർ അവർ ധാരാളം പേര് വിളിക്കുന്നു, ആവേശത്തിലാണ്. കാരണം അവരും പറയുന്നു നല്ലൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും ഒരു ഭാഷയാണ് ഇപ്പോൾ സ്വീകരിക്കാൻ തോന്നുന്നത്. കുറച്ച് അപ്രതീക്ഷിതമാണെന്ന് തോന്നുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വം. അത് 2 ദിവസം മുമ്പെന്ന ബഹുമാന്യനായ സുരേന്ദ്രൻജി വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഇങ്ങനെ താങ്കളുടെ പേര് ലിസ്റ്റിലുണ്ട്, ഒന്ന് പ്രിപ്പയർഡ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത്ര വലിയൊരു അപ്രതീക്ഷിതമല്ല. എങ്കിലും സ്വാഭാവികമായിട്ട് ഞാൻ കൊല്ലത്തോട്ട് എന്നെ വിടുന്ന ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഇത്രയും വിശ്വാസം ഉണ്ടെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. എങ്കിലും സന്തോഷവും നന്ദിയും. ഞങ്ങളിപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു പുതുക്കക്കാരല്ല അങ്ങ്. കാരണം കഴിഞ്ഞ നിയമസഭയിൽ മത്സരിച്ചു, വലിയ രീതിയിൽ പ്രചരണരംഗത്ത് അവസാന ഘട്ടമൊക്കെ മുന്നേറി. ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോയതുമാണ്. അതൊരു എക്സ്പീരിയൻസ് ഒരു ഗുണം ചെയ്യില്ലേ കൊല്ലത്ത് പോയി പോകുമ്പോൾ? തീർച്ചയായിട്ടും. അതിനൊക്കെ പുറമെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊല്ലം നമ്മളെല്ലാവരും ഇപ്പോൾ തിരുവനന്തപുരത്ത് ജീവിച്ചാലും കലാകാരന്മാരാണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഷൂട്ടിങ്ങിന് പോകാൻ പറ്റും. കൊല്ലത്ത് ഞാൻ ധാരാളം സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ താമസിച്ചാണ് അഭിനയിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 35 കൊല്ലമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട്. അപ്പോൾ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ഇപ്പോൾ അമ്മയുടെ അനിയൻ കല്യാണം കഴിച്ചിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ ധാരാളം സൗഹൃദ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതിനും പുറമെ രാഷ്ട്രീയപരമായിട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പുരാതന കാലം തൊട്ട് തന്നെ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ ഉയർന്നു നിന്നൊരു സ്ഥലമാണ്. ഈ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നതിന് പോലും കാരണം അത്ര സുന്ദരമായൊരു സ്ഥലമായിരുന്നു. പക്ഷേ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇരു മുന്നണികളും ഇത്രയും അവഗണിച്ചൊരു ജില്ലയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നത് ഇന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികൾ നമുക്ക് കേൾക്കുകയല്ല, കാണാൻ കഴിയുന്ന വികസനങ്ങൾ. അതിൽ നമുക്കിവിടെ ഒരു MP-യോ MLA ഇല്ലാതിരുന്നിട്ട് പോലും 36 കൊല്ലമായിട്ട് അടഞ്ഞു കിടന്ന ഹൈവേ വർക്ക് അവിടെ തുറന്നിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ 2ാം ഘട്ട വികസനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വന്ദേ ഭാരത്, ആ ട്രെയിനുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ല കേന്ദ്രത്തിൽ, എന്നിട്ടും തരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുന്നു, കൊല്ലത്തേക്ക് നമ്മളെ വിടുമ്പോൾ കൊല്ലത്തിന് ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാനൊരു അവസരമുണ്ട്. അതായത് നരേന്ദ്രമോദിയുമായി അടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയും കൂടിയാണ്. മാത്രവുമല്ല അവിടുത്തെ MP തന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോസ് ഇട്ടിരുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നടപടികളെ. അപ്പം ഞാൻ അവിടുത്തെ ജനങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ്, അവിടെ ഒരു MP-യും MLA-യും ഒന്നും ചെയ്തിട്ടില്ല. നരേന്ദ്രമോദിജി കേന്ദ്രത്തിൽ തുടർഭരണം എല്ലാവർക്കും അറിയാം, അദ്ദേഹമാണ് വരാൻ പോകുന്നതെന്നും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായ ഒരു BJP-കാരനെ അവിടെ നിന്ന് ജയിപ്പിച്ചുകൂടാ? നമുക്ക് വികസനം നേരിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് സമയവും എന്നെ കണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കാം. നമുക്ക് കൊല്ലത്തെ ഇന്ന് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ജില്ലയാക്കി മാറ്റാമെന്ന് ഞാൻ ഉറപ്പ് തരിക. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി പോയിട്ട് ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു തൃശ്ശൂർകാരനായി ഏകദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു. ഇത്തവണ തൃശ്ശൂർ പിടിക്കുമെന്ന് പറയുന്നു. അതുപോലെ കൊല്ലം കണ്ട ഇല്ലം വേണ്ട നിങ്ങൾ പറയുമ്പോൾ കൊല്ലത്ത് പോയിട്ട് ഇനി ഒരു കൊല്ലംകാരനായിട്ട് മാറാനുള്ള തയ്യാറെടുപ്പാണോ? ഇനി കൊല്ലം എൻ്റെ ഇല്ലമാകുമോന്നും അറിയില്ല. അപ്പോൾ ഇതിനകത്ത് എനിക്കും പറയാനുള്ള ഇത്രേ ഉള്ളൂ, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കൂടെയുണ്ട് കൃഷ്ണകുമാർ. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളൊരു പദ്ധതിയെപ്പറ്റി പോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, അതായത് നമ്മൾ ചുമ്മാ ചെന്ന് പറയരുത്, അതിൻ്റെ സാധ്യതയെപ്പറ്റി പൂർണ്ണമായി പഠനം നടത്തി പോകണം. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഏപ്രിൽ 2, 2021 പ്രചരണത്തിന് അദ്ദേഹം വരുമ്പോൾ ഇവിടുത്തെ ചിരകാലൊരു അഭിലാഷമാണ് ഒരു മിനി ഫിഷിംഗ് ഹാർബർ. സ്റ്റേജിൽ വെച്ച് ഞാൻ കൊടുക്കുന്നത്. സാധാരണ കൊടുത്താൽ ഫയൽ വാങ്ങിക്കും, ആ ഫയൽ പിന്നെ അപ്രത്യക്ഷമാവും. 24 മണിക്കൂറിനകത്ത് 2 മന്ത്രിമാരെ, പ്രഹ്ലാദ് ജോഷിജി, മുരളീധരൻജി, 2 പേരെയും സ്പോട്ടിൽ അയക്കുന്നു. സർവേ നടത്തിയിട്ട് റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു. ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ട് പർഷോത്തം റുപാലജി, അതായത് ഫിഷറീസ് മിനിസ്റ്ററെ പോയി കാണുന്നു. കാര്യങ്ങളെല്ലാം നടന്നു വന്നപ്പോൾ അവസാനം എന്താണ്? സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെടുന്നിടത്തല്ലേ നമുക്ക് പ്രയാസം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കി, ശരി നാഷണൽ ഹൈവേയിൽ എന്താണ് വിഷയം? അപ്പോഴാണ് ഈഞ്ചക്കൽ ബൈപ്പാസ്, അതായത് അവിടെ ഒരു ഹൈവേ ഉണ്ടെങ്കിലും അവിടെ ഒരു കുരുക്കുണ്ട്, അഴിക്കാൻ പറ്റാത്ത കുരുക്ക്. വീണ്ടും ചെന്നു, അദ്ദേഹം ഗഡ്കരിജിയെടുത്ത് പോകാൻ പറഞ്ഞു. ഇന്നതാ അവിടെ എൻ്റെ പണി ആരംഭിച്ചിരിക്കുന്നു.
കാരണം ഇലക്ഷന് മുൻപ് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് ഒന്ന് നടത്താൻ പറ്റില്ല. അപ്പോൾ ഏത് കാര്യവും നടത്താൻ കഴിവുള്ള മനസ്സുള്ള, കേരളത്തിനോട് പ്രത്യേക സ്നേഹമുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇലക്ഷന് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കൂ, കൊല്ലത്ത് എല്ലാമുണ്ട്, ദൈവമായിട്ട് എല്ലാ വിഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരറ്റം നോക്കിക്കഴിഞ്ഞാൽ മലയോരം കൃഷിക്ക് പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ്, ടൂറിസത്തിന് പറ്റിയ സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ സിറ്റിയിലോട്ട് വരുന്നു, സിറ്റി കഴിഞ്ഞാലോ മനോഹരമായ കടൽ തീരം. അതിൽ തന്നെ നമുക്ക് കായലുണ്ട്, കടലുണ്ട്, കല്ലട നദിയുണ്ട്, അഷ്ടമുടി കായലൊക്കെ എത്ര മനോഹരമാണ്. ടൂറിസത്തിന് ഇത്രയും പറ്റിയൊരു സ്ഥലമുണ്ടോ? ഇതിനെ നമ്മൾ ടാപ്പ് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. എന്തിനാ? ജൽ മെട്രോ, വാട്ടർ മെട്രോ ഒക്കെ നമുക്കിന്നുണ്ട്. എന്തൊക്കെ സൗകര്യങ്ങൾ കൊണ്ടുവരാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, വളക്കൂറുള്ളൊരു മണ്ണായ കൊല്ലത്തേക്ക് ദൈവമായിട്ട് എന്നെ അയക്കുകയാണ്. നിങ്ങളും ചിന്തിക്കൂ, കഴിഞ്ഞൊരു തലമുറ വികസനം കാണാതെ ഈ രണ്ട് മുന്നണികളും കൂടി അവഗണിച്ച് ആ അവഗണന അനുഭവിച്ചവരാണ്. നമ്മളും അനുഭവിക്കുകയാണ്. അടുത്ത തലമുറയ്ക്ക് ഒന്നാം തരം ഒരു കൊല്ലം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ കൊല്ലംകാരോട് അഭ്യർത്ഥിക്കുകയാണ്, കൊല്ലം 5 കൊല്ലം തരണം. അതുതന്നെയാണ് ഈ അങ്ങ് ഇഞ്ചക്കൽ ബൈപ്പാസ് കാര്യം പറഞ്ഞു. പക്ഷെ വലിയ ട്രോളുകളിലാണ് പിന്നീട് ഇത് കണ്ടത്. കൃഷ്ണകുമാർ ജി എന്നൊക്കെ പറഞ്ഞ് വലിയ ട്രോളുകളിലാണ്. അത് ശ്രദ്ധപ്പെട്ടായിരുന്നു. എല്ലാം ശ്രദ്ധപ്പെടുന്നുണ്ട്. കാരണം എന്നറിയോ, ട്രോളെല്ലാം എന്തുകൊണ്ട് ആര് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ നാട് നന്നാവുന്നതിനോട് വിയോജിപ്പുള്ള പലരുമുണ്ട്. അവരിതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു ചെറിയ അംശം ആൾക്കാരാണ്. അതായത് വഴിതെറ്റിപ്പോയ, വഴിപിഴച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ വിട്ടേക്കുക. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു അധികാര സ്ഥാനവും വഹിക്കുന്ന ഒരാളല്ല, ഒരു MP അല്ല, MLA അല്ല, ഒന്നുമല്ല. ഞാനൊരു സാധാരണ പൗരനാണ് നിങ്ങളെപ്പോലെ. പക്ഷേ നമ്മൾ വിചാരിച്ചാലും നമ്മുടെ ഒരു കടമയുണ്ട്. അതായത് ഞാനിപ്പോൾ ഇരിക്കുന്നത് BJPയുടെ ഭാഗത്താണ്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്താണ് കേരളത്തിൽ. അപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ഭരണപക്ഷിക്കും ചെയ്യാൻ പറ്റാത്തത് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റ് പാർട്ടിയുടെ അംഗങ്ങൾക്കും ചെയ്യാം. ഒരു പൗരൻ നിലയ്ക്ക് എൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് നാടിന് വികസനം കൊണ്ടുവന്നൂടാ? അതുകൊണ്ട് ട്രോളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴും പറയുന്നത്, പണ്ടത്തെ പ്രശസ്തനായ മുഖ്യമന്ത്രി നമ്മുടെ ലീഡർ കരുണാകരൻ, അദ്ദേഹത്തോട് പലപ്പോഴും ചോദിക്കും, താങ്കളെപ്പറ്റി അന്ന് ഈ ട്രോളല്ല കാർട്ടൂണാണ്, എന്തുകൊണ്ട് ഇത്രയും കാർട്ടൂണുകൾ വരുന്നു? താങ്കൾ ഇത്ര ശക്തനായ ഒരു മുഖ്യമന്ത്രിയല്ലേ, നിയന്ത്രിച്ചൂടെ? അപ്പം അദ്ദേഹം സ്വതവേ ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, കുപ്രസിദ്ധി അതിൻ്റെ ഭാഗത്ത് പോകും, അതിൻ്റെ കൂ അങ്ങ് മറച്ചു പിടിച്ചാൽ മതി, അതും പ്രസിദ്ധിയാണ്. ഏതായാലും അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിൽ ഒരാൾ സിനിമാ താരം മുകേഷാണ്, MLA ആണ് അദ്ദേഹം. അദ്ദേഹമായിട്ടൊരു സൗഹൃദമൊക്കെ എങ്ങനെയാണ് ശരിക്കും? ഞാൻ രണ്ടുപേരുമായിട്ടും നല്ല സൗഹൃദമുള്ളതാണ്. കാരണം മുകേഷ് ചേട്ടനായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടും ഇപ്പോൾ മകളുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നു. ആ ബന്ധങ്ങളൊക്കെ അത് നിൽക്കും. പ്രേമേന്ദ്രൻ ചേട്ടനും സ്വാഭാവികമായിട്ടും അറിയപ്പെടുന്നൊരു വ്യക്തിയാകുമ്പോൾ ഞങ്ങൾ പലയിടത്തും കണ്ടു, അവിടെ ഒരു സൗഹൃദമുണ്ട്. പക്ഷേ രാഷ്ട്രീയം ആണ്, ഇന്നൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ഒരു യുദ്ധമാണ്. ശത്രു എന്നല്ല പറയുന്നത്, പക്ഷേ അപ്പുറത്തെ പാർട്ടിയിൽ നിന്നും നമ്മൾ ജയിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കും, അവരും ശ്രമിക്കും. അതുകൊണ്ട് സൗഹൃദങ്ങൾ അതിൻ്റെ പുറത്ത് നിൽക്കും. ഇപ്പോൾ ഇലക്ഷൻ കഴിയുന്നവരെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കൊല്ലത്തിന് വേണ്ടി പ്രവർത്തിച്ച് വിജയിക്കാൻ ശ്രമിക്കും. NK പ്രേമേന്ദ്രനെതിരെ ഒരു ആരോപണം, BJPയുടെ കാൻഡിഡേറ്റ് കൂടിയാണ് അദ്ദേഹം BJPയുടെ വോട്ട് RS വോട്ട് എല്ലാ തവണയും സമാഹരിക്കുന്ന ആളാണ്. അപ്പോൾ അത് മറികടന്ന് വേണം താങ്കൾക്ക് അവിടെ ഈ വോട്ട് സമാഹരിക്കാൻ കഴിയുമോ? അല്ല, നമ്മളവിടെ പോകുമ്പോഴെപ്പോഴും നമ്മുടെ ശക്തിയെപ്പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കൂ. ശത്രുവിൻ്റെ വീക്ക്നെസ്സുകൾ നമ്മൾ കണ്ടെത്തും, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഒരിക്കലും BJPയുടെയും RSSൻ്റെ വോട്ട് ഒരിടത്തും പോവില്ല, അതവിടെ തന്നെ ഇരിക്കും. പിന്നെ ന്യൂട്രൽ വോട്ടേഴ്സ് എപ്പോഴും നല്ല സ്ഥാനാർത്ഥികളെ നോക്കും. അപ്പോൾ ഇത്തവണ കേരളം ഒന്നാകെ തന്നെ 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ല, എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരങ്ങൾ, അതും ശക്തമായ ത്രികോണ മത്സരമാണ്. അത് ഇത്തവണ കൊല്ലത്തും നടക്കാൻ പോവുകയാണ്. അതിപ്പോൾ ഞാൻ സ്വയം പറയാൻ പാടില്ല, എങ്കിൽ പോലും ജനങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഇവിടെ കൃഷ്ണകുമാർ എന്നോ സുരേഷ് ഗോപി എന്നോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി എന്നല്ല, നരേന്ദ്രമോദി മാത്രമാണ് ഇവിടുത്തെ മുഖം. നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക. കാരണം 400-ൽ പരം സീറ്റ് നേടി വീണ്ടും 3ാം തവണ ഭരണത്തിൽ വരാൻ പോകുന്നൊരു മുന്നണിയുടെ ആൾക്കാരെ ജയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇവിടെ ഇടതുപക്ഷത്തിരിക്കുന്നൊരു വലതുപക്ഷത്തിരിക്കും ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒരേ മുന്നണിയാണ്. ഈ 2 പേർക്കും, ശ്രീ പ്രേമേന്ദ്രനാണെങ്കിലും ശ്രീ മുകേഷ് ആണെങ്കിലും, ഇവരാരെയെ പ്രധാനമന്ത്രിയായിട്ട് കാണുന്നത്? രാഹുൽ ഗാന്ധിയെ. ചേട്ടാ, 2 പേർക്കും രാഹുൽ ഗാന്ധിയെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ. ഞാൻ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ, ഈ നാടിൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ. അവരൊരു മുന്നണിയായിട്ട് നിൽക്കുന്നു ഈ കേരളത്തിന് പുറത്ത്. പക്ഷെ കേരളത്തിനകത്ത് വെറുതെ നാടകം കളിക്കുകയാണ്. അത് തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും കൊല്ലംകാർക്കൊണ്ട് അവരത് ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കും. ഏതായാലും എല്ലാ ആശംസകളും, വിജയാശംസകൾ. നന്ദി, നമസ്തേ. കൊല്ലം ഇല്ലമാക്കി മാറ്റാൻ കൃഷ്ണകുമാർ തയ്യാറെടുക്കുകയാണ്. ശക്തമായ ത്രികോണ പോരാട്ടം കൊല്ലത്തുണ്ടാകുമെന്ന ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത്.